പേടിക്കണ്ട, ഇവിടെ ആരും കാണില്ല. കണ്ടിട്ട് ഒത്തിരി നാളായില്ലേ, ഒന്ന് കാണാൻ വേണ്ടി വന്നതാ. ഞാൻ ഇവിടെ ഉണ്ടെന്ന് നിന്നോട് ആരാ പറഞ്ഞത്? അത് വൈദേഹി ദേവൻ വൈദേഹിയെ കൂട്ടിക്കൊണ്ട് വന്നതാ അമ്മ. എന്താ വൈദേഹിയെ കൂട്ടിക്കൊണ്ടുവന്നോ? എന്നോ മരിച്ചവളെ നീ എങ്ങനെ കൂട്ടിക്കൊണ്ടുവരാനാ? ആരാ മരിച്ചെന്ന് പറഞ്ഞേ? അവള് വീട്ടിൽ തന്നെ ഉണ്ടല്ലോ. അവള് വൈശാലിയ അല്ലമ്മേ, അമ്മയുടെ മരുമോള് വൈദേഹിയാ. ഓ, രണ്ടുപേരും കൂടി വീണ്ടും നാടകം തുടങ്ങിയിരിക്ക. കൊറേ നാളായിട്ട് ആളെ കാണുന്നില്ലല്ലോ, എവിടെയാന്ന് ഓർത്തതേ ഉള്ളൂ. അവള് കൂട്ടുപിടിച്ചത് നിന്നെയാണല്ലേ? നാടകം കളിച്ച് എനിക്ക് എന്ത് നേടാനാ അമ്മേ? എന്റെ സമാധാനം നശിപ്പിക്കാലോ. അമ്മേ, ഞാൻ ഒരിക്കലും അമ്മയെ ബുദ്ധിമുട്ടിക്കാൻ ശ്രമിച്ചിട്ടില്ല. അമ്മ പറഞ്ഞതുപോലെ അകന്നു തന്നെയല്ലേ കഴിയുന്നേ. കാണരുതെന്ന് പറഞ്ഞു, അതും ഞാൻ നിർത്തി. അമ്മയെന്ന് വിളിക്കാനുള്ള കൊതി മാത്രമേ ഉള്ളൂ, മറ്റൊന്നും ഞാൻ ആഗ്രഹിക്കുന്നില്ല. അമ്മേ, ഹോമം വിജയകരമായി സമ്പന്നമായതുകൊണ്ട് തന്നെ ഇനി എല്ലാം നല്ലതേ നടക്കൂ. ശരി തിരുമേനി, എന്നാ ഞാൻ അങ്ങോട്ട് ഇറങ്ങാം. ആയിക്കോട്ടെ. നിങ്ങളുടെ പ്രദക്ഷിണം പൂർണ്ണമായ മോനെ. ഭഗവതിയുടെ പ്രദക്ഷിണം കഴിഞ്ഞു വച്ച. അതൊക്കെ ഭംഗിയായ അച്ഛ. ആ സ്വാമിജി പറഞ്ഞതുപോലെ രണ്ടുപേരും ഒരുമിച്ച് തന്നെയാ പ്രദക്ഷിണം ചെയ്തതും. ഇവര് തമ്മിലുള്ള ബന്ധം ജന്മജന്മാന്തരങ്ങളായിട്ടുള്ളതാണെന്നല്ലേ സ്വാമിജി പറഞ്ഞത്? അതുകൊണ്ടല്ലേ അച്ഛൻ ഇന്നലെ വിളക്ക് തൊട്ട് സത്യം ചെയ്ത് വാക്കുകൊടുത്തത്. അമ്മയും സ്വീകരിച്ചു കഴിഞ്ഞു. എല്ലാവരുടെയും മനസ്സുപോലെ ഇന്നത്തെ ഹോമവും ഭംഗിയായിട്ട് നടന്നു. പ്രദക്ഷിണം ചെയ്യുമ്പോ എന്റെ ഒപ്പം ഉണ്ടായിരുന്നത് എന്റെ വൈദേഹിയ. അപ്പൊ ഈ പാദമുദ്രകളും വൈദേഹിയുടെ അല്ലേ? ആരാധ്യ പ്രദക്ഷിണം ചെയ്തിരുന്നെങ്കിൽ മൂന്നാമതായി അവളുടെ പാദങ്ങൾ ഇവിടെ കാണണ്ടേ? അപ്പൊ ഉറപ്പായിട്ടും എന്റെ വൈദേഹി തന്നെ എന്റെ കൂടെ പ്രദക്ഷിണം ചെയ്തത്. പിന്നെ ഇതിന് ഏട്ടത്തി ആരാധ്യയാണെന്ന് വിളിച്ചു പറയുന്നേ. ഇന്നലെ വരെ ഉണ്ടായിരുന്ന സംശയങ്ങളെല്ലാം ഇന്നത്തെ പൂജയോടെ മാറി കിട്ടിയല്ലോ. ദേവനെ എനിക്ക് എന്റെ ഭർത്താവായി കിട്ടുന്നത് എന്റെ ഭാഗ്യം. വൈദേഹിയല്ലേ ദേവനോടൊപ്പം നടന്നത്, പിന്നെന്തിനാ ആരാധ്യ എന്ന് പറയുന്നേ? അപ്പൊ എന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ട്. ഇതുടനെ എന്തിനാ വൈദേഹിയോട് പറയണം? എന്നോടൊപ്പം നടന്നത് വൈദേഹിയല്ലേ, നീ അല്ലല്ലോ ആരാധ്യ. ദേവാ, ഇപ്പോഴെങ്കിലും മനസ്സിലായി കാണുമല്ലോ. നീ ചിന്തിക്കേണ്ടത് ഇനി ഈ ജീവിതത്തെ കുറിച്ചാ. വേണ്ടാത്തതൊക്കെ അങ്ങ് മനസ്സിൽ നിന്ന് കളഞ്ഞേക്ക്. നീ ഇനി ജീവിക്കേണ്ടത് ആരാധ്യയുടെ ഒപ്പമാണെന്നുള്ളതിന് മറ്റു തെളിവുകളൊന്നും വേണ്ടല്ലോ ദേവ. വൈദേഹി, വൈദേഹി, അവിടെ എന്തൊക്കെയോ നടക്കുന്നുണ്ട്. എന്തുപറ്റി മഹേന്ദ്ര? ദേവനെ കൊണ്ട് ആരാധ്യയെ കെട്ടിക്കാൻ പോവാ. ദേവനോടൊപ്പം പ്രദക്ഷിണം വെച്ചത് ആരാധ്യയാണെന്ന് എല്ലാവരും പറയുന്നേ. അതെയോ? എന്നാ വന്നേ. വേമ്പ. ഇനി പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ല. തിരുമേനി പറഞ്ഞതുപോലെ ഹോമം കഴിഞ്ഞതോടെ എല്ലാ തടസ്സങ്ങളും നീങ്ങിക്കിട്ടി. ശരിയാണമ്മേ. ഒരു പെൺകുട്ടിയുടെ വിഷമം കണ്ടിട്ടാ ഇന്നലെ അങ്ങനെ ഒരു വാക്ക് കൊടുത്തത്. ഇന്നത് പാലിക്കപ്പെടുകയും ചെയ്തു. ഇനി കൊട്ടാരം വീട്ടിലെ ഇളയ മരുമകളും നിന്റെ ഭാര്യയും ആരാധ്യയാണ്. അതിൽ യാതൊരു മാറ്റവും ഉണ്ടാവില്ല.
ദേവേട്ടാ, വൈശാലി, നീയോ? നീ എന്തിനാ ഇപ്പൊ ഇങ്ങോട്ട് വന്നേ? വരാതെ എവിടെ പോവാനാ ഇന്ദുവമ്മേ? ആരാധ്യയും ദേവനും തമ്മിലുള്ള കല്യാണം നിശ്ചയിച്ചെന്നറിഞ്ഞപ്പോ ഇത്രയും നാളത്തെ അവളുടെ പരിശ്രമങ്ങളെല്ലാം മണ്ണോടും മണ്ണാവുമല്ലോ എന്നോർത്ത് ഇരിക്കപ്പുറതിയില്ലാതെ ഇങ്ങോട്ട് ഓടിപ്പോന്നതായിരിക്കും. ഇനി നിന്റെ ഈ വിഫല ശ്രമങ്ങളെല്ലാം നിർത്തിക്കോ. അതാ നിനക്ക് നല്ലത്. അല്ല, ഇന്നലെ നിശ്ചയം നടക്കുന്നതിനിടയ്ക്ക് നീ ഇറങ്ങിപ്പോയവളല്ലേ? എന്ത് പുതിയ പ്ലാനുമായിട്ടാ ഇപ്പൊ വന്നിരിക്കുന്നു? നീ ഇനി എന്ത് പ്ലാൻ ചെയ്താലും നിനക്കൊന്നു മാത്രമല്ലേ പറയാനുള്ളൂ. ഞാനാണ് വൈദേഹി, ഞാനാണ് ദേവേട്ടന്റെ സർവസ്വം എന്ന് പറയുമായിരിക്കും. പറഞ്ഞോ? നീ ഇനി എന്ത് പ്ലാൻ ചെയ്താലും നിനക്കൊന്നു മാത്രമല്ലേ പറയാനുള്ളൂ. ഞാനാണ് വൈദേഹി, ഞാനാണ് ദേവേട്ടന്റെ സർവസ്വം എന്ന് പറയുമായിരിക്കും. പറഞ്ഞോ? എന്നെ വീട്ടിൽ നിന്ന് അകറ്റി നിർത്താൻ ഓർമ്മിളിച്ച് ചെയ്യുന്ന പ്ലാനാ ഇതൊക്കെയെന്ന് എനിക്കറിയാം. അതിരിക്കട്ടെ, ഇന്നലെ പോയവൾ എന്തിനാ പിന്നെയും കേറി വന്നേ? എന്റെ ശാന്തമ്മയെ നോക്കി വീട്ടിൽ നിന്നോളാന്ന് പറഞ്ഞവളല്ലേ, പിന്നെന്തിനാ നീ ഇറങ്ങിപ്പോയത്? മാത്രല്ല ഇപ്പൊ തിരിച്ചു വന്നെന്തിനാ? ഇനി വീണ്ടും ഇവിടെ നിൽക്കാന്നുള്ള ഉദ്ദേശത്തോടു കൂടി വന്നതാണെങ്കിൽ നീ ഇവിടേക്കല്ല വരേണ്ടത്, വീട്ടിലേക്കാണ്, എന്റെ ശാന്തമ്മയുടെ അടുത്തേക്ക്. അവള് നമ്മുടെ വീട്ടിൽ നിൽക്കുന്നത് ശാന്തിച്ചെറുമിയെ നോക്കാൻ വേണ്ടിയല്ലല്ലോ അച്ഛാ, ദേവനെ വളയ്ക്കാനാ. ശാന്തിച്ചെറിയമ്മ ഇവക്കൊരു കാരണം മാത്രം. അല്ല, നീ ഏതാ? അവളെ വിളിച്ചോണ്ട് വന്നത് നീയല്ലേ? ഇവളുടെ പുറകെ നിന്നെല്ലാം പ്ലാൻ ചെയ്യുന്നത് നീ ആയിരിക്കും. എന്താ നിങ്ങളുടെ ഉദ്ദേശം? കൊട്ടാരം വീട് നശിപ്പിച്ച് നാറാണക്കല്ല് പറിക്കാനാണോ? അതോ വേറെ വല്ല പ്ലാനും ഉണ്ടോ? നീ ഏതാ മോനെ? മനസ്സിലായില്ലല്ലോ. നീയാണോ എന്റെ പിന്നിൽ? അതോ ഇനി ആൾക്കാരുണ്ടോ? ഞങ്ങൾ നിങ്ങളോട് എന്താ ചെയ്തേ? കൂട്ടം കൂടി ഞങ്ങളുടെ മനസ്സമാധാനം നശിപ്പിക്കാൻ. അത്യാഗ്രഹം എന്തു അമ്മേ?
വൈദേഹിയുടെ മുഖമാണെന്നറിഞ്ഞതും വൈദേഹിനെ പോലെ വീട്ടിൽ കടന്നുകൂടി എല്ലാം അടിച്ചു മാറ്റാന്ന് കരുതിയിട്ടുണ്ടാവും. ചിലപ്പോ ഇങ്ങനൊരു അവസരത്തിന് വേണ്ടി വൈദേഹിയെ കൊന്നതുപോലും ഇവരായിരിക്കും. ഒന്ന് മതിയാക്കി ഊർമിളെടുത്തി. ഇനി കൂടുതൽ പറയണ്ട. അദ്ദേഹമാണ് മഹേന്ദ്രൻ. എനിക്ക് സ്വന്തം ഏട്ടനെ പോലെയാ. അവൾ എവിടെ പോയതാണെന്നോ ഏത് അവസ്ഥയിലായിരുന്നെന്നോ ഒന്നും അറിയാതെ വേണ്ടാത്ത കാര്യങ്ങളൊക്കെ വിളിച്ചു പറഞ്ഞ് അവളെ വേദനിപ്പിക്കാൻ പാടില്ല എടുത്തി. അവള് വൈദേഹിയാണെന്ന് അവള് പറയുവാണെങ്കിൽ അത് തെറ്റാ. പക്ഷെ വൈശാലിയാണെന്ന് ഞങ്ങള് പറയുന്നതിൽ എന്താ തെറ്റ്? ശരിയല്ലേ ദേവ? ഈ നിശ്ചയം നടക്കൂന്ന് കരുതിയല്ലേ അവള് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ ഇറങ്ങിപ്പോയത്. പിന്നെ ഇവളെ തിരിച്ചു വന്നത് വേറെ എന്തോ ഉദ്ദേശത്തോടു കൂടിയല്ലേ? നീ എന്തിനിപ്പോ അവളെ കുറിച്ച് ചിന്തിക്കുന്നേ? ഉദ്ദേശം എന്താന്ന് നമുക്കറിയാലോ. ഇവള് വൈശാലിയല്ല വൈദേഹിയാണെന്ന് എങ്ങനെ വിശ്വസിപ്പിക്കാന്നാവും ചിന്തിക്കുന്നത്. ചതിക്കാൻ ഉരുമ്പെട്ട് ഇറങ്ങിയിരിക്കല്ലേ. മതിയടത്തി. അവൾ ആരെയും ചതിച്ചിട്ടില്ല. ഇപ്പൊ അവളാണ് ചതിക്കപ്പെട്ടിരിക്കുന്നത്. നീ എന്താ ദേവ പറഞ്ഞു വരുന്നത്? അതെ അമ്മേ, ഈ വീട്ടിൽ നിന്ന് അവളായിട്ട് ഇറങ്ങിപ്പോയതൊന്നുമല്ല. ആരോ അവളെ മനഃപൂർവ്വം കൊല്ലാൻ ശ്രമിച്ചതാ. നീ എന്താ മോനെ ഈ പറയുന്നേ? സത്യാണച്ചാ. ആരോ അവൾക്ക് മയക്കുമരുന്ന് കൊടുത്ത് കാറിന്റെ ഡിക്കിയിൽ അടച്ചതാണച്ചാ. ഞാനാണ് ഇന്നലെ അവളെ രക്ഷിച്ചത്. ഇന്നലെ രാത്രി മുഴുവൻ അവളുടെ കൂടെയായിരുന്നു ഞാൻ.
നിങ്ങൾ അന്നത്തെ മെക്കാനിക് അല്ലേ? ഒന്ന് വേഗം നോക്കാവോ പ്ലീസ്? ശരി ശരി ചെക്ക്. അല്ല ടൂൾ കിറ്റ് അകത്തുണ്ടാവോ? അതിനെന്താ ഇപ്പൊ എടുത്തോണ്ട് വരാം. ഇതാണ് സംഭവിച്ചത്. ഇതെനിക്ക് ഇന്നലെ വിളിച്ചപ്പോ പറയായിരുന്നു. പറഞ്ഞിട്ടെന്താ കാര്യം? വൈശാലിക്ക് വേണ്ടി നീ എന്തിനാ അവിടെ നിൽക്കുന്നതെന്ന് പറഞ്ഞ് നിങ്ങൾ എന്നെ തിരിച്ചു വരാൻ നിർബന്ധിക്കുമായിരുന്നു. അതുകൊണ്ട് ആരോടും പറയാഞ്ഞേ. ആരായിരിക്കും അത് ചെയ്തത്? അതൊന്നും എനിക്കറിയില്ല അച്ഛാ. അവരുടെ ലക്ഷ്യം ഇവളെ എന്നിൽ നിന്ന് അകറ്റുക എന്നുള്ളത് മാത്രം. അതാരാണെന്ന് ഞാൻ തെളിയിച്ചോളാം. മാത്രല്ല, ഇവള് വൈശാലിയാണെങ്കിൽ ഇവളുടെ ജീവൻ എടുത്തിട്ട് ആർക്ക് എന്തു പ്രയോജനം? ഏതായാലും ഇങ്ങനൊരു സംഭവം ഉണ്ടായതുകൊണ്ട് മറിച്ചൊന്ന് ആലോചിക്കുന്നത് നല്ലതാ. ഇവള് വൈദേഹിയാണോ അതോ വൈശാലിയാണോ എന്നുള്ളത്. നീ എന്താ ഉദ്ദേശിക്കുന്നത്? ഇവള് വൈദേഹിയാണെന്നാണോ പറഞ്ഞു വരുന്നത്? സത്യം എന്താണെന്നുള്ളത് ഇന്നല്ലെങ്കിൽ നാളെ പുറത്ത് വന്നല്ലേ മതിയാവൂ എടുത്തി. ശരി, ഇവളെ കൊല്ലാൻ ശ്രമിച്ചത് ആരാണെന്ന് അറിയുന്നെന്ന് അവരെ പിടിച്ച് പോലീസിൽ ഏൽപ്പിക്കണം. പക്ഷെ ഇതുകൊണ്ട് നിങ്ങൾ തമ്മിലുള്ള ബന്ധത്തിന് മാറ്റങ്ങളൊന്നും ഉണ്ടാവരുത് ദേവ. ഇനി നീ പോയിക്കോളൂ മോനെ. എന്താ നോക്കി നിൽക്കുന്ന? നീയും കൂടെ പൊയ്ക്കോ. അവൾ എങ്ങോട്ടും പോകുന്നില്ല എടുത്തി. നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടാവും. അതെന്തിനാ? അമ്മായിയുടെ കാര്യം നോക്കണ്ടേ? ഇന്നലെ തൊട്ട് വൈശാലി ഇവിടെ ഉണ്ടായിരുന്നില്ലല്ലോ. എന്നിട്ട് ശാന്തി അമ്മായിക്ക് കുഴപ്പമൊന്നുമില്ലല്ലോ. പിന്നെന്തിനാ ഇവളിവിടെ നിർത്തുന്നേ? മരുന്ന് കഴിച്ചാൽ മതിയെന്ന് വൈദ്യര് പറഞ്ഞിട്ട് പോയില്ലേ? അത് കൊടുക്കാൻ നമ്മളെല്ലാരും ഇവിടെ ഇല്ലേ? നിനക്ക് കൊടുക്കാൻ പറ്റൂ വരണേ? അമ്മായി ഇന്നലെ നിനക്ക് തന്നതൊന്നും മതിയായില്ലേ? പിന്നെ ആ വൈദ്യരും പറഞ്ഞല്ലോ, അദ്ദേഹം നൽകുന്ന മരുന്നിനേക്കാൾ ഇവള് നൽകുന്ന സ്നേഹവും കരുതലുമാണ് ഏറ്റവും വലിയ ഔഷധമെന്ന്. അതുകൊണ്ട് അവള് നമ്മുടെ വീട്ടിൽ തന്നെ നിൽക്കട്ടെ. അവളിവിടെ ഉണ്ടാവും. ദേവൻ പറഞ്ഞതിലും കാര്യമുണ്ട്. ദേവനും ആരാധ്യം കല്യാണം കഴിക്കാൻ പോകുന്നുള്ളത് ഇവക്കും അറിയാവുന്ന കാര്യമല്ലേ. അതുകൊണ്ട് അവൾ ഇനി പ്രശ്നമൊന്നും ഉണ്ടാക്കില്ല. അതുകൊണ്ടല്ല ഇന്ദുമ്മ. ഇനി അതേക്കുറിച്ച് ആരും ഒന്നും പറയണ്ട. അവിടെ എന്റെ മോള് ഒരു മുറിയിൽ ഒറ്റയ്ക്ക് ഭ്രാന്തിയെ പോലെ കഴിയുന്നേ. വൈദേഹിയുടെ ഈ മുഖമാണ് എന്റെ മകൾക്കുള്ള ഏക ചികിത്സ. അതുകൊണ്ട് വൈശാലി ഇവിടെ നിൽക്കട്ടെ. അതുകൊണ്ട് ഒരു കാര്യം ദേവ,
അവള് ശാന്തിയെ നോക്കാൻ വേണ്ടി ഇവിടെ നിൽക്കുന്നതാ. വൈശാലിയായിട്ട് മാത്രം കണ്ടാ മതി.